ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട്, സഹോദരങ്ങളോട് പറയുന്നത്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപിറവിയുടെ 1500 വർഷം വളരെ സമുചിതമായി ആഘോഷിക്കാൻ വേണ്ടി സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ആലോചിച്ചതിന്റെ ഭാഗമായിട്ടാണ് SMFും അങ്ങനെ ഒരു പരിപാടിയുമായിട്ട് കടന്നു വരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പരമാവധി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനു പറയാൻ, ആ ദീനു പറയുന്നതിനെ ഉൾക്കൊള്ളാൻ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയാണ് നമ്മൾ വേണ്ടത്. അതിനു പകരം ദീനു പറയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് വിശദീകരിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുകയും അവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അത്തരം ആളുകൾക്കെതിരെ പ്രമേയങ്ങൾ പാസാക്കി സമൂഹത്തിന്റെ മുമ്പിൽ അവരെ അവമതിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ നാം സന്നദ്ധമാകണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റക്കാര്യം പറയുന്നു, ചാപ്പ കുത്തിയിട്ട് മാറ്റി നിർത്താൻ നമ്മൾ അഭിവന്ദരായ സാദാത്യങ്ങൾക്കെതിരാണ്. സമസ്തയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവർ വന്യരായ പാണക്കാട് സാദാത്യങ്ങൾക്കെതിരാണ്. പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ. പിന്നെ പറയുന്ന വർത്തമാനം SKSSFന്റെ യോഗം കഴിഞ്ഞ്, സമസ്തയുടെ മീറ്റിംഗ് കഴിഞ്ഞ്, സുന്നീവന സംഘത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവർ പോകുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മീറ്റിംഗിലേക്കാണ് പോകുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല, അവർക്കിതൊന്നും അറിയുന്നില്ല. പകരം ഏതെങ്കിലും ഒറ്റപ്പെട്ട ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഫോട്ടോകൾ അത്തരം വേദികളിരിക്കുന്ന ഏതെങ്കിലും പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം നേതാക്കന്മാരുടെ കൂടെയിരിക്കുന്ന ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുന്ന ചില ആളുകൾ, സമുദായത്തിനകത്തെ ഇത്തിൽ കണ്ണികൾ എന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന ചില ആളുകൾ, ഇവിടത്തെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അവർ പറയുന്ന വർത്തമാനം ഇതാണ്: ഇവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇവർ പാണക്കാട്ട് വിരോധികളാണ്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയോ കീഴ്ഘടകങ്ങളുടെയോ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വേദിയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? ഇന്ന് വരെ ഇല്ലല്ലോ. ഒറ്റപ്പെട്ട ചില ലീഗ് നേതാക്കൾക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തി എന്നത് ശരിയാണ്, അത് ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു.